Canon EOS R6 Mark II നമുക്ക് എങ്ങനെ വെർട്ടിക്കൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ സാധാരണ ചെയ്യുന്ന നേരത്തിന് നമ്മൾ വെർട്ടിക്കലായിട്ട് എടുത്താൽ നമുക്ക് വെർട്ടിക്കൽ വീഡിയോ ചെയ്യാം. പക്ഷേ അത് നമ്മൾ എഡിറ്റിങ്ങിൽ തിരിക്കേണ്ടി വരും. പക്ഷേ അതല്ലാത്ത രീതിയിൽ ഒരു പുതിയ രീതി നമ്മളെ Canon R6 വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്. നമ്മൾ ക്യാമറ ഓൺ ആക്കുകയാണ്. ഓൾറെഡി നമുക്ക് ചെറിയൊരു സെറ്റിങ്സ് ഒന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിൽ മെനു പോയിട്ട് നമ്മൾ ഈ അഞ്ചാമത്തെ ഇതിൽ നമ്മൾ സ്പാനറിൻ്റെ ചിഹ്നം വരുന്ന അതിൽ നമുക്ക് താഴേക്ക് വന്നിച്ചാൽ ആഡ് റൊട്ടേറ്റ് ഇൻഫോ എന്നുള്ള കാണാം. ഒരു വീഡിയോയുടെ ചിഹ്നമുള്ള ഇത് കാണാം. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് എനേബിൾ ആക്കി വെക്കാം. ഓക്കെ, എനേബിൾ ആക്കി വെച്ചു. ഇനി നമുക്ക് നമ്മളെ ഡിസ്പ്ലേ നോക്കും. നമുക്കിതിൻ്റെ മുകളിൽ ചെറിയൊരു ചിഹ്നം കാണാം. ഇതാണ് അതിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെന്താ ഗുണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇൻ ബോഡി ഇമേജ് റിലേഷൻ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അതുകൊണ്ട് ഷെയ്ക്കില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം. ഓൾറെഡി ഞാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഓൾറെഡി എടുത്ത മാതിരി തന്നെ നമുക്ക് വെർട്ടിക്കലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് ഇറക്കിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ പെട്ടെന്ന് തന്നെ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ ഷോർട്ട് പോകുന്നതിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിസ്റ്റമാണിത്. അപ്പോൾ അധികം വെർട്ടിക്കൽ വീഡിയോ കുറേ ആൾക്കാർ ഷൂട്ട് ചെയ്യാനുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെ ക്യാമറയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് Canon EOS R6 Mark II, ഈ പറഞ്ഞ പുതിയ R5 Mark II അങ്ങനെയുള്ള ക്യാമറകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്യാമറയിൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.